കുട്ടികളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ചെറുതിലേ തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ആദ്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, അവരുടെ വിഷമങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുക. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിരവധി ഉദാഹരണങ്ങൾ ഞാൻ കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇത് ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടിട്ട് നിങ്ങളുടെ അനിയന്മാരെയും അനിയത്തിമാരെയും തീരെ ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ കൂടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നമുക്ക് നല്ലൊരു അടുത്ത തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്കൂളിൽ 2 കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി. അതിലൊരു കുട്ടി നമ്മുടെ കുട്ടിയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞാണ്, നമ്മുടെ ഇളയ കുഞ്ഞായിട്ട് ഞാൻ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം പതിവില്ലാതെ എല്ലാത്തിലും ആക്റ്റീവായിരുന്ന കുഞ്ഞ് വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുന്നു. അതിനു മുൻപേ സ്കൂളിൽ നിന്ന് വിളിച്ച് ഇൻഫോം ചെയ്തു, കുട്ടി സ്കൂളിൽ വഴക്കുണ്ടാക്കി തല്ലുപിടിച്ചു എന്നൊക്കെ. അപ്പം നമ്മുടെ മകൻ്റെ ഭാഗത്തെ ഫോൾട്ട് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അവർക്ക് നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അവരെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ കഴിയാത്തവരും സ്വാഭാവികം. അതാണ് ദേഷ്യമായിട്ട് അവരത് സ്കൂളിലും മറ്റും കാണിക്കുന്നത്. ഈ ദേഷ്യം എന്നുള്ളത് പെട്ടെന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ കട്ടികുറവാണ് പെട്ടെന്ന് ദേഷ്യമായിട്ട് വരുന്നത്. മുതിർന്നവരും അത് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ പ്രശ്നം മൊത്തം. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ, എന്ത് പ്രശ്നം വന്നാലും, മലയിടിഞ്ഞ് വീഴുന്ന പ്രശ്നം വന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ട്, കൈപിടിച്ചുയർത്താൻ ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും നേടാൻ സാധിക്കും. അത് വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായിരിക്കും. പ്രശ്നം വരുമ്പോഴാണല്ലോ, താഴേക്ക് വീഴുമ്പോഴാണല്ലോ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അപ്പോൾ ആ സ്കൂളിലുള്ള ഇൻസിഡൻറ്റ് നമ്മൾ അറിയാത്ത മട്ടിൽ തന്നെ ഇരിക്കുക. ഇപ്പം കുഞ്ഞ് പതിവില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവനെ ചേർത്ത് നിർത്തി എന്താ മോനെ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമേ തന്നെ അവൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത്, കുട്ടിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അമ്മയുണ്ടല്ലോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ അവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കുക. നമ്മൾ കൂടെ ഉണ്ടെന്നും അവർ ചെയ്ത തെറ്റുകളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ലളിതമായിട്ട് സ്നേഹത്തോടെ അവരെ ഒന്ന് പാർക്കിലൊക്കെ കൊണ്ടുപോയി അവരുടെ കൂടെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി, ആ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം, എപ്പോഴുമില്ല, അവർക്ക് ആ വിഷമം വരും മാറ്റി നിർത്തിയാൽ, എല്ലാത്തിനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് വേണ്ടി ആ ഒരു നിമിഷം നമ്മൾ നിന്നാൽ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അവർ പഠിച്ചോളും. കാരണം നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്, സമർത്ഥന്മാരാണ്. പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം അവരെന്ത് ചെയ്യും, ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെയാ മോനെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് വാശി കയറ്റാതെ, നീ പോയി, അല്ലെങ്കിൽ കുട്ടി നീ പോയി, മോനെ നീ പോയി 2 തിരിച്ചു കൊടുക്കുക എന്ന് പറയാതെ, മോനെ പോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ, തിരിച്ചവരെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ അവർക്ക് ആ ഉത്ബോധം വന്ന് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്ത് 2-3 ദിവസമൊക്കെ എടുക്കും. ആ കുട്ടി, നമ്മുടെ കുട്ടി, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിധം കറക്റ്റാണെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ ചെന്ന് ക്ഷമ ചോദിക്കാം എന്ന് പറയത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അവർക്കൊന്നും അറിയത്തില്ല. ഇന്ന് കാണുന്നതല്ല അവർക്ക് നാളെ. അവർക്ക് ഓരോരോ സന്തോഷങ്ങളാണ്. കാരണം എത്ര നമ്മൾ അടിച്ചാലും വഴക്ക് പറഞ്ഞ് വീണ്ടും നമ്മളിലേക്ക് വരുന്ന പോലെ തന്നെ അവരിൽ മത്സരബുദ്ധി വളർത്തുക എന്നുള്ളതല്ല, വാശിയും വൈരാഗ്യവും ഒന്നും വളർത്തരുത്. കുട്ടികളെ ഒരു ആയുധങ്ങളാക്കി മാറ്റാതിരിക്കുക, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ കുട്ടിയെടുത്ത് തന്നെ ചെന്ന് ക്ഷമ ചോദിക്കും. ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തിനാണ് വഴക്ക്, അവരെ ഏറ്റവും നല്ല ഫ്രണ്ട്സാക്കി മാറ്റുക. ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ രീതിയിൽ അവരെ, ആ പ്രശ്നങ്ങളല്ല നമ്മുടെ കുഞ്ഞിന് വലുത്, വലിയൊരു ഭാവി കുട്ടിയുടെ മുൻപിലിരിക്കുകയാണ്, എൻഗേജ്ഡ് ആക്കുക. ഒരു നിമിഷം പോലും ശൂന്യതയിലേക്ക് പോകാതെ എൻഗേജ്ഡ് ആക്കുക. കൂടെ നമ്മളും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരൊരിക്കലും ഒരു തലവേദന ആകില്ല, സമൂഹത്തിനും ഒരു തലവേദന ആകില്ല, പെരുമാറ്റ വൈകല്യങ്ങൾ വരികയേയില്ല.